DAയുടെ 8 ഗഡുക്കൾ അടുത്ത സാമ്പത്തിക വർഷം കൊടുക്കും എന്നാണ് ഉത്തരവിറക്കിയത്. എന്നാൽ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ഉത്തരവ് പിന്നെ വരും എന്നൊരു ഉത്തരവുണ്ട്. ഒരു ഉത്തരവ് അടുത്തതിലേക്ക് ലീഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഉത്തരവിന് വലിയ സാങ്ക്ടിറ്റി ഒന്നുമില്ല. എന്തായാലും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഹൈക്കോടതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഉപഹർജി കൂടെ കയറിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനിടയിൽ നമ്മൾ DA-DR വിഷയം വിട്ടുപോകാൻ പാടില്ലല്ലോ. നമ്മൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നൊരു വിഷയമാണ്. നമ്മുടെ ചാനലുകൾ സുഭാഷിതമായാലും ഗ്ലോബൽ മലയാളി ന്യൂസ് ആയാലും വളരെ കൃത്യമായി ഫോളോ ചെയ്യുന്നൊരു വിഷയമാണ്. കിട്ടുന്നത് വരെ ഞങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്യും. കൊച്ചിയിൽ നിന്നുള്ള ന്യൂസ് വന്നിട്ടുള്ളത്, സർക്കാർ ജീവനക്കാർക്ക് അധ്യാപകർക്ക് ക്ഷാമബത്ത കുടിശ്ശികയുടെ 1 ഗഡു അടിയന്തരമായി മാർച്ച് 31-നകം, 29 നാളെ 30-31-നകം നൽകാൻ ഉത്തരവിടണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഒരു ഉപഹർജി കയറിയിട്ടുണ്ട്. അത് കുടിശ്ശികയ്ക്ക് മാത്രമല്ല, അത് വേറൊരു ഒരു കാര്യം, അതാണ് വളരെ രസവും തമാശയുള്ളൊരു കാര്യം കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലിശ കൂടി തരണം. ഇതുവരെ തരാതിൻ്റെ പലിശയും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കുടിശ്ശിക 8 ഗഡുമായി നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ തുടർ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തുടർ നടപടി എന്നും ആദ്യ ഗഡു ഉടനെ തന്നെ അനുവദിക്കണം എന്നാണ് ഉപഹർജി. ഹർജി തിങ്കളാഴ്ച, അതായത് നാളെ, ജസ്റ്റിസ് ബിജു എബ്രഹാമിൻ്റെ കോടതി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ഫെഡറേഷൻ ഓഫ് ഓൾ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് ആദ്യം ഒരു കേസ് കൊടുത്തത്. ആ ഹർജി നിലനിൽക്കുകയാണ്. 2021 ജൂലൈ മുതലുള്ള DA 289 ദിവസത്തെ DAയും 294 ദിവസത്തെ DR, ആ ദിവസം ഞാൻ പറയുന്നതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, നിങ്ങൾ കണക്ക് കൂട്ടണം. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. ആ ദിവസത്തെ കുടിശ്ശികയും DA-DR കുടിശ്ശിക ജീവനക്കാർക്ക് നൽകാനുണ്ട്. അത് 8 ടേമായിട്ട് കൊടുക്കും എന്ന് പറഞ്ഞു. പക്ഷേ അത് എപ്പോൾ കൊടുക്കും, ഏത് കാലയളവിൽ കൊടുത്തു തീർക്കുമെന്നൊന്ന് പറഞ്ഞില്ല. അതുപോലെ തന്നെ അത് PF ലയിപ്പിക്കുമെന്ന് പറഞ്ഞു. എപ്പോൾ ലയിപ്പിക്കുമെന്നും, ലയിപ്പിച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴാണ് PF-ൽ നിന്ന് എടുക്കാൻ, വിഡ്രാ ചെയ്യാൻ എത്ര വർഷം കഴിഞ്ഞാൽ പറ്റും എന്നുള്ള കാര്യങ്ങളൊന്നും ഉത്തരവിലില്ലാത്തതുകൊണ്ട് തന്നെ വലിയ അനിശ്ചിതത്വമാണ് അതിനകത്ത് നിൽക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് എന്നെ കുറേ ഇടതുപക്ഷത്തിലുള്ള KGOയുടെയും NGO യൂണിയൻ്റെയൊക്കെ നേതാക്കൾ, പലരും നേതാക്കളും വലിയ നേതാക്കളല്ല, ചെറിയ ഇടത്തരം സംസ്ഥാന തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഭാരവാഹികൾ ഒഴിച്ചുള്ള ചില നേതാക്കളൊക്കെ എന്നോട് സംസാരിക്കുകയും എനിക്ക് മെസ്സേജ് ഇടും, സാർ ഈ ഗവൺമെൻറ് ഞങ്ങളുടെ ഗവൺമെൻറ്റാണ്, പക്ഷേ അത് ഇത്രയും പറ്റിക്കുകയും തട്ടിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. സാർ വീഡിയോ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്. ഇനി ഞങ്ങളുടെ ഭയം, ഈ ഗവൺമെൻറ് തന്നെ വന്നാൽ ഞങ്ങൾക്ക് തരാതിരിക്കുമോ, വലിച്ചു നീട്ടുമോ, അതിനേക്കാൾ ഒരു കണക്കിന്, അതായത് സമ്പൂർണ്ണ മനസ്സോടെ പറയുന്നതല്ല, ഒരു കണക്കിന് മറ്റോമാർ വരട്ടെ, മറ്റോമാർ വന്നാൽ ഒന്നുമില്ലെങ്കിൽ അവന്മാരൊക്കെ അടിയുണ്ടാക്കി സെക്രട്ടേറിയറ്റ് നടയിൽ പോയി 2 ബഹളമൊക്കെ ഉണ്ടാക്കി അവിടെ 2 ബഹളോ അടിയും തുമ്മലും ചീറ്റലും ഒക്കെ ഉണ്ടാക്കി നമുക്ക് വാങ്ങാൻ പറ്റും. ഇതിപ്പോൾ ഞങ്ങളെ പാർട്ടി ആയതുകൊണ്ട് നമുക്ക് അടിയുണ്ടാക്കാനും പറ്റുന്നില്ല സാർ, വലിയ പരിമിതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, ഞങ്ങൾക്ക് സമരം ചെയ്യാനും പറ്റുന്നില്ല, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ബഹളം ഉണ്ടാക്കുന്നതല്ലാതെ ഞങ്ങൾക്ക് സമരം കൃത്യമായി ഗവൺമെൻറ്റിനെതിരെ ചെയ്യാനും പറ്റില്ല, ഞങ്ങൾ ഭരണകക്ഷി യൂണിയൻ ആയതുകൊണ്ട്. അതുകൊണ്ട് തരാതിരിക്കുകയാണെങ്കിൽ ഈ ഗവൺമെൻറ് വരാതിരിക്കുന്നതാണ് നല്ലത്, അടുത്ത ഗവൺമെൻറ്റിൽ നമുക്ക് തല്ലുകൂടി മേടിക്കാം. ഇതൊക്കെയാണ് ശരാശരി ഇടതുപക്ഷക്കാരായ ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ഇരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ ഒരു ഫൈനൽ തീരുമാനം ഇതിനകത്ത് വരികയുള്ളൂ. അതിനിടയിൽ കോടതി നാളെ എന്തെങ്കിലും ഉത്തരവിടുമോ എന്നറിയില്ല. ഈ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻകാർ കൊടുത്തിരിക്കുന്ന ഒറിജിനൽ സൂട്ടിൻ്റെ അല്ലെങ്കിൽ ഒറിജിനൽ കേസിൻ്റെ വിധിയും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും 8 ഗഡുക്കൾ എന്ന് കൊടുക്കുമെന്ന് നമുക്കൊരു ധാരണയില്ല. പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞ 3-4 ഗഡുക്കൾ എന്തായാലും ഏപ്രിൽ 1 കിട്ടാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ ശമ്പളത്തോടു കൂടി അത് കൊടുക്കുമായിരിക്കും. പക്ഷേ ഈ 8 ഗഡുവിൻ്റെ കഥ ഇങ്ങനെ അനന്തമായി ഗണപതിയുടെ കല്യാണം പോലെ നീളുകയാണ്. എന്നാണ്, ആരാണ്, എപ്പോഴാണ് കൊടുക്കുക എന്നറിയില്ല. എന്തായാലും നമുക്ക് DAയും DR കിട്ടുന്നത് വരെ ഉദ്യോഗസ്ഥരോടൊപ്പം ഞങ്ങൾ കൂടെയുണ്ട്. നമുക്ക് ഒന്നിച്ച് തന്നെ ഈ വിഷയത്തെ ലൈവാക്കി നിലനിർത്താം.